ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കില്ലേ ചെറുപ്പകാലത്ത് നടന്ന എന്തൊക്കെയോ വലിയ വലിയ പ്രശ്നങ്ങളെ പറ്റിയായിരിക്കും പറയാൻ പോകുന്നത് എന്ന്. എന്നാൽ അങ്ങനെയല്ല. നിങ്ങൾക്ക് ചെറുപ്പകാലത്ത് പാരൻസിൻ്റെ അടുത്ത് നിന്ന് സംഭവിച്ച കണ്ടിന്യൂസ് ആയിട്ടുള്ള അവഗണന, പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ, നിങ്ങൾ എന്ത് പറയുമ്പോഴും ആരും ഒരു വിലയും തരുന്നില്ല, ഒരുപാട് സ്നേഹിച്ച ആളുകളൊക്കെ നമ്മളെ പറ്റിച്ച് കളഞ്ഞു. ഇതൊക്കെ ചൈൽഡ്ഹുഡ് ട്രോമകളിൽ വലിയ റോളുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ചിലപ്പോൾ ലൈഫ് ഒന്ന് രക്ഷപ്പെട്ട് കിട്ടാൻ വേണ്ടി ഒരു 25 വയസ്സിന് ശേഷം ബിസിനസ്സിലേക്കോ അല്ലെങ്കിൽ പഠനത്തിലേക്കോ ഒക്കെ ഇറങ്ങുകയാണെന്ന് വിചാരിക്കാം. നന്നായിട്ട് എനിക്ക് എവിടെയെങ്കിലേക്ക് എത്തണമെന്ന് വിചാരിച്ച് ഇറങ്ങുകയാണെന്ന് വിചാരിക്കാം. എന്നാൽ ആഗ്രഹത്തോടു കൂടി ഇങ്ങനെ പലതിലേക്ക് ഇറങ്ങിയിട്ടും എന്താണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തത്, എന്താണ് ഞാൻ സക്സസ് ആവാത്തത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ ചിലപ്പോൾ നിങ്ങളുടെ കുട്ടിക്കാലത്ത് സംഭവിച്ച ചില കാര്യങ്ങളായിരിക്കാം. നമുക്ക് അതൊന്ന് മാറ്റിയെടുത്താലോ? ഞാൻ നിങ്ങളെ സഹായിക്കാം. ചെറിയൊരു മെത്തേഡ് ഉണ്ട്. ഇത് ആരും ഇവിടെ അങ്ങനെ പറയാത്തൊരു കാര്യമാണ്. ഞാനിത് എൻ്റെ കാര്യത്തിൽ ലൈഫിൽ ടെസ്റ്റ് ചെയ്തിട്ട് വർക്കൗട്ടായൊരു കാര്യമാണ്. നമുക്ക് മാനസികമായിട്ടുള്ള ചില വിഷയങ്ങളുണ്ട് എന്ന് തോന്നുമ്പോൾ നമുക്കിവിടെ കൺസൾട്ട് ചെയ്യാനുള്ള ഒരുപാട് നല്ല നല്ല സൈക്കാട്രിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും കൗൺസിലേഴ്സൊക്കെ നമ്മുടെ ചുറ്റിലുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ, ചില പ്രോഗ്രാമുകൾ, ചില ബാഡ് പ്രോഗ്രാമുകൾ നമ്മളൊരു പൈസയും മുടക്കാതെ തന്നെ നിങ്ങളൊന്ന് ഇരുന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന് മാറ്റിയെടുക്കാം. അതിന് ചില മെത്തേഡ് ഉണ്ട്. അതാണ് ഞാനിപ്പോൾ പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് സംഭവിച്ചു പോയ ട്രോമ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അത് ചിലപ്പോൾ നിങ്ങളെ ചെറുപ്പത്തിൽ നിങ്ങളുടെ പാരൻസ് വല്ലാതെ ഒറ്റപ്പെട്ട് വളർത്തിയ ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു ഫാമിലി ആയിരിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ചില ആക്സിഡൻറ്റുകളോ രോഗങ്ങളോ ഒക്കെ കാരണം നിങ്ങളൊരു 10-15 വയസ്സ് വരെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒറ്റപ്പെട്ട രീതിയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവാം. നമുക്ക് ആരെയും വിശ്വസിക്കാൻ തോന്നുന്നില്ല, നമുക്ക് ആരുടെയും കൂടെ നടക്കാൻ താല്പര്യമില്ല. ഇനിയിപ്പോൾ അഥവാ ആരെയും കൂടെ കിട്ടുകയാണെങ്കിൽ അവർ ഫുൾ തന്നെ ടേക്ക് കെയർ ചെയ്തോളുന്ന രീതിയിലുള്ള ചിന്ത. ഇതൊക്കെ ചില ചൈൽഡ്ഹുഡ് ട്രോമയിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. ഈ മദ്യപിച്ച് വരുന്ന പാരൻസ് അല്ലെങ്കിൽ നല്ല പാരൻസൊക്കെ തന്നെ ആയിരിക്കാം, എപ്പോഴും അവർ തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും നല്ലതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല. ഇതൊക്കെ ട്രോമകളായിട്ട് മാറാറുണ്ട്. നിങ്ങളുടെ കല്യാണത്തിന് ശേഷമായിരിക്കാം ചിലപ്പോൾ ഈ ട്രോമകളൊക്കെ പുറത്ത് വരാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്വീകരിക്കുന്ന ആൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള, ഒരിക്കലും നിങ്ങളെപ്പോലെ അല്ലാത്തൊരു കൾച്ചറിൽ നിന്ന് വരുന്ന ഒരാളാണ്. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അവരെ നമ്മളായിട്ട് ജോയിൻറ്റ് ചെയ്യാനുള്ളൊരു ടൈമുണ്ട്. മിനിമം ഒരു 5 വർഷമെങ്കിലും ടൈമുണ്ട്. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് സംഭവിച്ച പ്രശ്നങ്ങൾ ഇങ്ങനെ വല്ലാതെ വരികയാണെങ്കിൽ അത് ഡിവോഴ്സ് വരെ പോകാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ്. എനിക്കും ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ചെറുപ്പകാലത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനതിങ്ങനെ ലൈഫിൽ മാറ്റിയെടുത്തു എന്ന് വെച്ചാൽ, ഞാൻ കൗൺസിലറുടെ അടുത്തൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ അതിലുപരി ഞാനതിൻ്റെ ഫേക്ക് ഇറ്റ് ബിഫോർ യു മേക്ക് ഇറ്റ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിലൂടെ 1-2 ആളുകളോട് പറയുകയാണ് ചെയ്തത്. ഞാനതാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾക്കിപ്പോൾ ചെറുപ്പകാലത്ത് സ്നേഹം കിട്ടാത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ മിസ് ചെയ്യുന്നത് പോലെ തോന്നുകയാണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളൊരു നാണം കുടുങ്ങിയാണ്, ആരോടും സംസാരിക്കാനും നിങ്ങളുടെ താല്പര്യമില്ല. ഇതൊക്കെ ചില ട്രോമകളുടെ പാർട്ടാണ്. ഇതെങ്ങനെ സോൾവ് ചെയ്യാന്ന് വെച്ചാൽ, വിഷ്വലൈസേഷനും നിങ്ങളുടെ ടോക്കിംഗ് പവർ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് സോൾവ് ചെയ്യാൻ പോകുന്നത്. കാര്യം ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങളുടെ ലൈഫിൽ ആരെ നിങ്ങൾ പുതിയതായിട്ട് കാണുകയാണെങ്കിലും പുതിയതായിട്ട് മീറ്റ് ചെയ്യുകയാണെങ്കിലും ഇവരോട് നിങ്ങൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി പറയുമ്പോൾ, നിങ്ങൾക്ക് എന്തൊക്കെ ട്രോമകൾ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും എല്ലാ സത്യങ്ങളും വിളിച്ച് പറയാതെ ഞാൻ ഇങ്ങനെയായിരുന്നു എന്നുള്ള രീതിയിൽ നിങ്ങളതിനെ ഫേക്ക് ചെയ്യുക. എക്സാമ്പിൾ, നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ സ്നേഹം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കാം. എൻ്റെ ചെറുപ്പകാലത്തിൽ എൻ്റെ കൂടെ എനിക്ക് അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു, എന്നെ ഒരുപാട് അവർ സ്നേഹിച്ചിട്ടുണ്ട്, എനിക്ക് അവർ വേണ്ടതൊക്കെ തന്നിട്ടുണ്ട് എന്നുള്ള 1-2 ഡയലോഗുകൾ നിങ്ങൾ വെറുതെ പറയാം. ഇത് കേൾക്കുന്ന ആൾ എന്തും വിചാരിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഇത് നിങ്ങളിലേക്ക് കൊടുക്കുന്ന ഫീഡിംഗ് ആണ്. നിങ്ങളുടെ സോഫ്റ്റ്വെയർ നമ്മൾ മാറ്റാൻ പോവുകയാണ്. അതേപോലെ ഒരു ലവ് ഫെയിലിയർ ഉണ്ടായിട്ട് നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾ എവിടെ പോയി, നിങ്ങൾ ഒഴിവാക്കിയിട്ട് പോയി എന്ന് വിചാരിക്കാം. അത് ഒരു ബാഡ് ട്രോമയായിട്ട് അവശേഷിക്കാൻ നിങ്ങൾ സമ്മതിക്കരുത്. നിങ്ങൾ പുതുതായിട്ട് മീറ്റ് ചെയ്യുന്ന ആളുകളെയോ പുതുതായിട്ട് കാണുന്ന ആളുകളോടൊക്കെ പറയാം, എനിക്കൊരു ലവ് ഉണ്ടായിരുന്നു, അത് നല്ല രീതിയിൽ തന്നെ അത് ഞങ്ങൾ അവസാനിപ്പിച്ചു, വളരെ മാന്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ക്ലോസ് ചെയ്തു. ഇന്ന് അവൻ എവിടെയൊക്കെയോ ജർമ്മനിയിലോ USA എവിടെയൊക്കെ നല്ല ജോലിയൊക്കെ ആയിട്ട് ജീവിക്കുന്നുണ്ട്. അതേപോലെ ഇന്ന് അവൾ ഏതോ ഒരു നല്ല പൊസിഷനിലാണ്, ഞാനതിനെപ്പറ്റി ആലോചിച്ച് പ്രൗഡ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് സംഭവിച്ച ട്രോമകളെ നിങ്ങൾ പോസിറ്റീവായിട്ട് ഫേക്ക് ചെയ്യണം. ഇത് 2 പ്രാവശ്യം നിങ്ങളുടെ ബ്രെയിന് കേട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, ഇത് വിചാരിക്കും ഈ പറയുന്നതൊക്കെ സത്യമാണെന്ന്. നിങ്ങളെ ഇതുപോലെ വേണം ഇനി മാറ്റി തീർക്കാൻ എന്നുള്ള രീതിയിൽ അതൊരു പ്രോഗ്രാമായിട്ട് നിങ്ങളുടെ തലയിൽ കയറുകയും അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ബ്രെയിൻ പ്രവർത്തിച്ച് തുടങ്ങുകയും നിങ്ങളുടെ ശരീരം മൊത്തത്തിൽ മാറാൻ തുടങ്ങുകയും ചെയ്യും. ഇതാണ് ഞാൻ ആ പറഞ്ഞ കോൺസെപ്റ്റ്. ഇതേപോലെ എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇതൊക്കെ എന്തോ ഒരു ബാഡ് മെമ്മറി ആയിട്ട് നിങ്ങളിങ്ങനെ സൂക്ഷിക്കാതെ അതൊരു ഗുഡ് മെമ്മറി ആയിരുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ 1-2 ആളുകളോട് ഇത് പറയാം. പറ്റുകയാണെങ്കിൽ 4-5 ആളുകളോട് പറയാം. അത് എന്നും പറയണമെന്നുള്ളതല്ല. എന്തെങ്കിലും ഇപ്പോൾ ഈ മാസം പറഞ്ഞു, ചിലപ്പോൾ അടുത്ത മാസമായിരിക്കും അടുത്ത ആൾ കാണുന്നത്. ജസ്റ്റ് നല്ല രീതിയിൽ അതൊന്ന് ഫേക്ക് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആൾ മാറാൻ തുടങ്ങും. ഇതാണ് ഞാൻ ആ പറഞ്ഞ അപ്രോച്ച്.
സുഹൃത്തെ, എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചോട്ടെ, അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കരുത്. നെഗറ്റീവ്സ് നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മളതിനെ പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ബെസ്റ്റ് മെത്തേഡാണ് ഞാൻ ഈ പറഞ്ഞ രീതി. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അടുത്തറിയുന്ന ആളുകളോട് വേണമെങ്കിലും അവർ നിങ്ങളെ സഹകരിക്കുന്ന ഒരു ടൈപ്പ് ആണെങ്കിൽ അവരോട് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രം പറയാതെ അതിനെ ഒന്ന് പോസിറ്റീവായിട്ട് നിങ്ങളൊന്ന് മാറ്റുക. ഇതിൻ്റെ സയൻസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ശരി എന്താണ് തെറ്റെന്താണെന്നുള്ളത് അറിയില്ല. നമ്മൾ അവിടേക്ക് പുതിയ പോസിറ്റീവ് പ്രോഗ്രാമുകൾ സേവ് ചെയ്യുന്നു. 1-2 വർഷം കൊണ്ട് അത് ടോട്ടലി നല്ല രീതിയിൽ നിങ്ങൾ വിചാരിച്ചതിന് അപ്പുറത്തത് വർക്കൗട്ട് ആവും. എൻ്റെ ലൈഫിൽ അത്യാവശ്യം എനിക്ക് വേണ്ടതൊക്കെ ഞാൻ നേടിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ ഒരുപാട് ട്രോമകളുള്ള ഒരു മനുഷ്യനായിരുന്നു ഞാൻ. എൻ്റെ സംസാരത്തിലൂടെയും എൻ്റെ ബിഹേവിയറിലൂടെയും എൻ്റെ ക്യാരക്ടറിലൂടെയൊക്കെ ഒരു പുതിയ എന്നെ ഉണ്ടാക്കിയെടുത്തത് ഈ രീതിയിലാണ്. അപ്പോൾ നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം. എനിക്കിത് പറയണം തോന്നിയത് ഒരു മെയിൽ വന്നപ്പോഴാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് നോക്കുക. ഇനിയിപ്പോൾ ഇതിലും കൂടുതൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ അതുപരമായിട്ട് നല്ല ഡോക്ടേഴ്സിൻ്റെ കോൺടാക്റ്റുകളോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെയിൽ അയക്കാം. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ്. താങ്ക്സ് അലോട്ട്.